ഹലോ സ്റ്റുഡൻസ്, ഇന്ന് ഞാൻ +1 കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട എൻട്രൻസ് എക്സാമിന് യൂസ്ഫുൾ ആയിട്ടുള്ള JEE നീറ്റ് പോലുള്ള എൻട്രൻസ് എക്സാമിന് യൂസ്ഫുൾ ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഇതിന് മുമ്പുള്ള എക്സാംസിന് വന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വെയ്സ് ദ മാക്സിമം? ഓപ്ഷൻ എ 2.24 liters of CO2 at NTP. Option B 6.022 into 10 raised to 23 molecules of CO2. Option C 6.022 into 10 raised to 23 atoms of carbon. And option D 22 gram of CO2. ഇതിൽ മാക്സിമം വെയിറ്റ് ഏതിനാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൽ നമുക്ക് നോക്കാം. 22 ലിറ്റർ ഓഫ് CO2 at NTP. NTPയിലുള്ള 22.4 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡിന്റെ വെയിറ്റ് നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് നമ്പർ ഓഫ് മോൾസ് കാണാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം. എന്താണ് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ, വോളിയം അറ്റ് NTP divided by 22.4 ലിറ്റർ. ഓക്കെ, അതായത് വോളിയം അറ്റ് NTP is 2.24 ലിറ്റർ ബൈ 22.4 ലിറ്റർ. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0.1 മോൾ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ the molecular mass of carbon dioxide is 44 ആണെന്ന് നമുക്കറിയാം. കാർബണിന്റെ ആറ്റോമിക് മാസ് 12ഉം ഓക്സിജൻ 16ഉമാണ്. ഓക്കെ, അപ്പോൾ 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ 1 മോൾ ഉണ്ടാവും എന്ന കാര്യം നമുക്കറിയാം അല്ലേ. ഓക്കെ, ഗ്രാം മോളിക്കുലർ മാസ് ഓഫ് കാർബൺ, ദാറ്റ് ഈസ് കാർബൺ ഡൈ ഓക്സൈഡ്. 44 ഗ്രാം കാർബണിൽ 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അപ്പൊ ഇവിടെ ഉള്ളത് 0.1 മോൾ ആണ്. ഇത് എത്ര ഗ്രാം ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതായത് 0.1 into 44 by 0.1 into 44 by 1, that is 4.4 gram. So 2.2 liters of CO2 at NTP. Okay, ഇതിന്റെ വെയിറ്റ് 4.4 ഗ്രാം ആണ്. അടുത്തത് ഓപ്ഷൻ ബി നമുക്ക് നോക്കാം. 6.022 into 10 raised to 23 molecules of CO2. ഓക്കെ, നമുക്ക് പറയാൻ പറ്റും. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗ്രാം മോളിക്കുലർ മാസ് 44 ആണ്. ഓക്കെ, അപ്പോൾ 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്, 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് മീൻസ് അവോഗാഡ്രോ നമ്പർ 6.022 into 10 raised to 23 മോളിക്യൂൾസ് ഉണ്ടാവും. അപ്പോൾ 6.022 into 10 raised to 23 മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് 44 ഗ്രാം ആണ്. അടുത്തത് പറഞ്ഞിരിക്കുന്നത് 6.022 into 10 raised to 23 ആറ്റംസ് ഓഫ് കാർബൺ. അവോഗാഡ്രോ നമ്പർ ഓഫ് കാർബൺ ആറ്റങ്ങളുടെ മാസ് അതിന്റെ ഗ്രാം ആറ്റോമിക് മാസിന് ഈക്വൽ ആണ്. കാർബണിന്റെ ഗ്രാം ആറ്റോമിക് മാസ് 12 ആണ്. അപ്പോൾ ഓപ്ഷൻ സി എന്ന് പറയാം. 6.022 into 10 raised to 23
കാർബൺ ആറ്റങ്ങളുടെ മാസ് അതിന്റെ ഗ്രാം ആറ്റോമിക് മാസ് തന്നെയാണ്, അതായത് 12 ഗ്രാം കാർബൺ ആണ്. ഇനി ഓപ്ഷൻ ഡി 22 ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ, 22 ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. നെക്സ്റ്റ് ഓപ്ഷൻ ഡി എന്താ, 22 ഗ്രാം CO2 ആണ്. അപ്പൊ ഇത് നമുക്ക് ഇവിടുന്ന് പറയാൻ വേണ്ടി പറ്റും മാക്സിമം മാസ് അപ്പോ എത്രയാണ്, 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലെ. അവോഗാഡ്രോ നമ്പർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിന്റെ മാസ് 44 ഗ്രാം ആണ്. അപ്പൊ 44 ഗ്രാം. ഇവിടെ നമ്മുടെ ആൻസർ അപ്പൊ എന്താണ്, ഓപ്ഷൻ ബി 6.022 into 10⁻23 മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, അതിന്റെ മാസ് 44 ഗ്രാം ആണ്. 6.022 into 10⁻23 ആറ്റംസ് ഓഫ് കാർബണിന്റെ മാസ് 12 ഗ്രാം ആണ്. 2.24 ലിറ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് NTPയുടെ മാസ് 4.4 ഗ്രാം ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Question: the number of atoms in 4.25 gram of ammonia is approximately. 4.25 gram അമോണിയയിലുള്ള ആറ്റങ്ങളുടെ എണ്ണം ഏകദേശം എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 1 into 10⁻23, ഓപ്ഷൻ ബി 2 into 10⁻23, ഓപ്ഷൻ സി 4 into 10⁻23, ഓപ്ഷൻ ഡി 6 into 10⁻23. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. യെസ്, 1 അമോണിയ മോളിക്യൂൾ NH3 മോളിക്യൂൾ has 1 nitrogen plus 3 hydrogen, means total 4 atoms. 4 atoms. അങ്ങനെയാണെങ്കിൽ 1 മോൾ NH3 യിലുള്ള ആറ്റങ്ങളുടെ എണ്ണം എത്രയായിരിക്കും, 4 മോൾ ആറ്റംസ് ആയിരിക്കും അല്ലെ, 4 മോൾ ആറ്റംസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ 4.25 ഗ്രാം അമോണിയ മീൻസ് എത്ര മോൾ അമോണിയാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ കാണാം. 4.25 ഗ്രാം അമോണിയ. ഓക്കെ, ഇവിടെ എത്ര മോൾസ് ഉണ്ടെന്ന് കാണാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ, മാസ് ഗിവൺ മാസ് ബൈ മോളാർ മാസ്, അതായത് ഗിവൺ മാസ് ഈസ് 4.25, മോളാർ മാസ് ഓഫ് അമോണിയ ഈസ് 17. ഓക്കെ, കാരണം യെസ് നൈട്രജന്റെ ആറ്റോമിക് മാസ് 14 ആണ്, ഹൈഡ്രജന്റെ 1 ആണ്. 4.25/17 നിങ്ങൾക്ക് എത്ര കിട്ടും, 4.25/17 ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും, ഈക്വൽ ടു 0.25 മോൾ എന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 0.25 മോൾ അമോണിയ അമോണിയയിലുള്ള ആറ്റങ്ങളുടെ എണ്ണം അല്ലെ. നമുക്ക് നോക്കാം പ്ലീസ് ലിസൺ. 1 മോൾ അമോണിയ മോളിക്യൂളിൽ 4 മോൾ ആറ്റംസ് ഉണ്ട്. 4 മോൾ ആറ്റംസ് മീൻസ് 4 into 6.02 into 10⁻23 atoms. Okay, 6.022 into 10⁻23 atoms. Okay, അങ്ങനെയാണെങ്കിൽ 0.25 മോൾ അമോണിയയിലുള്ള ആറ്റങ്ങളുടെ എണ്ണം എത്രയായിരിക്കും, 0.25 into 4 into 6.022 into 10⁻23 ആണ്. 0.25 into 4 എത്രയാ, 1 ആണ് അല്ലെ. ഓക്കെ, 1. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 6.022 into 10⁻23 ആറ്റംസ് ഉണ്ടാവും. ഇത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 6 into 10⁻23 ആണ്. ഓക്കെ, 1 മോൾ അമോണിയ മോളിക്യൂളിൽ 4 മോൾ ആറ്റംസ് ഉണ്ട്. 1 നൈട്രജൻ പ്ലസ് 3 ഹൈഡ്രജൻ മീൻസ് 4 into 6.022 into 10⁻23 അത്രയും എണ്ണം ആറ്റംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 0.25 മോൾ അമോണിയയിൽ എത്ര ആറ്റംസ് ഉണ്ടാവും,
Okay, 1 mole ammonia 4 into 6.022 into 10 to 23 atoms ആണെങ്കിൽ 0.25 mole അമോണിയയിലുള്ള ആറ്റങ്ങളുടെ എണ്ണം number of atoms 0.25 into 4 into 6.022 into 10 to 23, that is 6.022 into 10 to 23 approximately equal to 6 into 10 to 23. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Question number 3. 1U stands for, 1U means what? One unified mass. One unified mass is also called one atomic mass unit. നമുക്കറിയാം 1U, one unified mass stands for option A, an atom of carbon 12, B, 1/12th of carbon 12 atom, option C, 1/12th of hydrogen atom, option D, one atom of all the elements. 1U or 1AMU means it is the 1/12th the mass of carbon 12 atom. കാർബൺ 12 ആറ്റത്തിന്റെ മാസിന്റെ 12ൽ ഒരു ഭാഗം. യെസ്, ദാറ്റ് ഈസ് കോൾഡ് 1U, 1/12th the mass of carbon 12 atom. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, number of molecules in 16 gram of methane is. 16 gram മീഥൈനിലുള്ള മോളിക്യൂൾസിന്റെ എണ്ണം കാണണം. വെരി സിമ്പിൾ. ഓപ്ഷൻസ് നോക്കുക. 3.011 into 10 raised to 23, ഓപ്ഷൻ ബി 6.022 into 10 raised to 23, ഓപ്ഷൻ സി 12.46 into 10 raised to 23, ആൻഡ് ഓപ്ഷൻ ഡി 1.5 into 10 raised to 23. പ്ലീസ് ലിസൺ. അപ്പോൾ ഇവിടെ മീഥൈനിന്റെ മോളിക്യുലർ ഫോർമുല CH4 ആണ്. ഓക്കെ, അപ്പോ ദ മോളിക്യുലർ മാസ് ഓഫ് മീഥൈൻ, കാർബണിന്റെ ആറ്റോമിക് മാസ് 12, ഹൈഡ്രജന്റെ ആറ്റോമിക് മാസ് 1. അപ്പോൾ ഇവിടെ 1 കാർബൺ ആറ്റം ഉണ്ട്, 1 into 12 പ്ലസ് 4 ഹൈഡ്രജൻ ആറ്റം, 4 into 1. ദാറ്റ് മീൻസ് 16 ആണ് മോളിക്യുലർ മാസ് ഓഫ് മീഥൈൻ. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം ഒരു മോളിക്യൂളിന്റെ മോളിക്യുലർ മാസ് എത്രയാണോ, ഒരു മോളിക്യൂളിന്റെ മോളിക്യുലർ മാസ് എത്രയാണോ അത്രയും ഗ്രാം, മീൻസ് ഗ്രാം മോളിക്യുലർ മാസിൽ മാസിലുള്ള മോളിക്യൂൾസിന്റെ എണ്ണം അവോഗാഡ്രോ നമ്പർ ആയിരിക്കും. അപ്പോൾ മീഥൈന്റെ മോളിക്യുലർ മാസ് 16 ആണ്. അപ്പോൾ 16 ഗ്രാം മീഥൈൻ നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള മീഥൈൻ മോളിക്യൂൾസിന്റെ എണ്ണം 6.022 into 10 raised to 23 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 6.022 into 10 raised to 23 ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ, എ സൊല്യൂഷൻ കണ്ടെയ്ൻസ് 4 gram of NaOH and 16.2 gram of water. The mole fraction of the solute and solvent is. Okay, option A 0.1, 0.9, 0.2, 0.8 ആണ്. ഓപ്ഷൻ സി 0.5, 0.5, ഓപ്ഷൻ ഡി 2.5, 0.6. ഓക്കെ, അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ട് കാണണം, മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സോൾവെന്റ് കാണണം. മോൾ ഫ്രാക്ഷൻ കാണുമെങ്കിൽ നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട്, സൊല്യൂട്ടിനെ ബി കൊണ്ടും സോൾവെന്റിനെ എ കൊണ്ടുമാണല്ലോ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഇവിടെ സൊല്യൂട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. 4 divided by molar mass of sodium hydroxide is 40. ഓക്കെ, മിക്കവാറും ക്വസ്റ്റ്യനിൽ അവർ ആറ്റോമിക് മാസ് തരും കേട്ടോ. അപ്പോൾ ആറ്റോമിക് മാസ് ഓഫ് സോഡിയം 23 ആണ്, ഓക്സിജൻ 16 ആണ്, ഹൈഡ്രജൻ 1 ആണ്. അപ്പോൾ 23 പ്ലസ് 16 പ്ലസ് 1 40. 4/40 എന്നത് 0.1 മോൾ ആണ്. ഇതേപോലെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ്, ഇവിടെ വാട്ടർ ആണ് സോൾവെന്റ്, അത് നമുക്ക് കാണാം. ഓക്കെ, 16.2 ഗിവൺ മാസ് ബൈ മോളാർ മാസ് ഈസ് 18. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അബൌട്ട് 0.9 മോൾ എന്ന് കിട്ടും. ഓക്കെ, ദെൻ നമുക്ക് മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് കാണാം. മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ട് കൈ ബി ഈക്വൽ ടു NB ഡിവൈഡഡ് ബൈ NA പ്ലസ് NB ആണെന്ന് നമുക്കറിയാം. യെസ്, that is 0.1 divided by
0.1 plus 0.9. 0.1 plus 0.9 എത്രയാ? 1 ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടും? 0.1 എന്ന് കിട്ടി. മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂഷൻ. പിന്നെ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് മോൾ ഫ്രാക്ഷൻ. സം ഓഫ് ദ മോൾ ഫ്രാക്ഷൻസ് ഓഫ് ഓൾ ദ കോമ്പോണൻസ് ഇൻ എ സൊല്യൂഷൻ ഈസ് യൂണിറ്റി. ദാറ്റ് ഈസ് കൈ എ പ്ലസ് കൈ ബി ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ ഇവിടെ മോൾ ഫ്രാക്ഷൻ ഓഫ് എ സോൾവെന്റ് equal to 1 minus mole fraction of the solute, that is 1 minus 0.1. The answer is 0.9. അപ്പോൾ ഇവിടെ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ട് 0.1 ആണെന്നും മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സോൾവെന്റ് 0.9 ആണെന്നും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ആൻസർ എന്താ? ഓപ്ഷൻ എ ആണ് അല്ലേ? 0.1, 0.9 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 6. What is the mole fraction of the solute in a 1.0 molal? Small m സൂചിപ്പിക്കുന്നത് മൊളാലിറ്റി ആണ്. 1 മോളാൽ aqueous solution. ഇവിടെ സൊല്യൂഷന്റെ മൊളാലിറ്റി തന്നിട്ടുണ്ട്. 1 മോളാൽ ആണ്. 1 മോളാൽ. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾ ആ സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷൻ കാണണം. ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ എ 1.770, ഓപ്ഷൻ ബി 0.0354, ഓപ്ഷൻ സി 0.0177 ആൻഡ് ഓപ്ഷൻ ഡി ഈ 0.177. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. മോൾ ഫ്രാക്ഷൻ ആണ് കാണേണ്ടത് അല്ലെ? മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ട് കാണണം. ദാറ്റ് ഈസ് അവർ എയിം. And here molality is 1 molar. Okay, so molality definition നമുക്കറിയാം. What is meant by molality? Molality is the number of moles of solute dissolved per kilogram of solvent. അതാണ് molality അല്ലേ? അപ്പോൾ ഇവിടെ 1 molar aqueous solution ആണ്. എന്താ മീനിങ്? 1 molar aqueous solution means 1 mole of solute is dissolved in 1000 gram of water. കാരണം എക്വസ് സൊല്യൂഷൻ ആണ്, സോൾവെന്റ് വാട്ടർ ആണ്. ആദ്യം അപ്പോൾ ഇത് ഈ പോയിന്റ് നമുക്ക് ഇവിടെ എഴുതാം. 1 മോളാൽ എക്വസ് സൊല്യൂഷൻ മീൻസ് വാട്ട്? 1 മോൾ ഓഫ് സൊല്യൂട്ട്. യെസ്, സൊല്യൂട്ട് പ്രസന്റ് 1 kilogram or 1000 gram of water. Yes. അപ്പോൾ ഇവിടെ എന്താണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് 1 മോൾ ആണ് അല്ലേ? അപ്പോൾ NB ഈസ് 1 മോൾ ആൻഡ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് നമുക്ക് കാണാൻ പറ്റും. സോൾവെന്റിന്റെ മാസ് നമുക്കറിയാം 1000 gram ആണ്. ഓക്കെ, അപ്പോൾ ഗിവൺ മാസ് ബൈ മോളാർ മാസ് ആണ്. അതായത് W/m. Given mass is 1000 divided by molar mass of water is 18. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 55.5 മോൾ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കിട്ടി, നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് കിട്ടി. Then we can find the mole fraction of the solute, that is NB divided by Na plus NB. Okay, 1 mole, 1 divided by, okay, Na 55.5 plus 1, that is 1 divided by 56.5 എന്ന് കിട്ടും. ഇത് നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 0.0177 ആയിരിക്കും. ഓക്കെ, അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. 0.0177, അതായത് ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് പ്രോബ്ലം സോൾവ് ചെയ്യാം. Question number 7. The molarity of NaOH solution, sodium hydroxide solution, obtained by dissolving 4 gram of it in 250 ml solution. അപ്പോൾ 4 gram sodium hydroxide 250 ml സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്നു. അതിന്റെ മൊളാരിറ്റി നിങ്ങൾ കാണണം അല്ലേ? ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 0.4 മോൾ, ഓപ്ഷൻ ബി 0.8 മോളാർ, ഓപ്ഷൻ എ 0.4 മോളാർ, ഓപ്ഷൻ എ 0.8 മോളാർ, ഓപ്ഷൻ സി 0.2 മോളാർ, ഓപ്ഷൻ ഡി 0.1 മോളാർ. യെസ്,
അപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ടത് മൊളാരിറ്റിയാണ്, മാസ് ഓഫ് സൊല്യൂട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് WB 4 gram. Okay, then volume of solution 250 ml. Then molar mass of sodium hydroxide. Sodium atomic mass 23, oxygen 16 atomic mass, hydrogen 1, 23 plus 16 plus 1 40. Then molarity expression നമുക്കറിയാം, molarity M is equal to WB divided by MB into 1000 divided by volume in ml. Okay, അപ്പോൾ WB എന്താ 4 gram. 4 by molar mass 40 into 1000 divided by 250. Okay, 250. ഇത് നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 0.4 മോളാർ ആയിരിക്കും. 0.4 മോളാർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ആൻസർ എന്താ? ഓപ്ഷൻ എ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 8. ഇറസ്പെക്റ്റീവ് ഓഫ് the source, pure sample of water always yields 88.89% mass of oxygen and 11.11% mass of hydrogen. This is explained by the law of, okay, options: law of conservation of mass, option B law of constant composition, option C law of multiple proportion, option D law of gaseous volume. ഓക്കെ, അപ്പോൾ പ്യുവർ സാമ്പിൾ ഓഫ് വാട്ടർ, ഈ വാട്ടർ നിങ്ങൾ ഏത് സോഴ്സിൽ നിന്ന് എടുത്താലും ഓക്കെ, അതിൽ എന്താണ് 88.89% മാസ് ഓഫ് ഓക്സിജനും 11.11% മാസ് ഓഫ് ഹൈഡ്രജനും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഓക്കെ, ആ കോമ്പൗണ്ടിൽ ഇത് ഏത് ലോ ആണ് ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇത് നമുക്കറിയാം, ഇത് ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ, ഓർ the constant composition is also called definite proportion. Okay, law of constant composition states that the same compound always contains the same elements combined together in same fixed proportion by mass, or we can say every compound has a fixed composition of weight. അപ്പോൾ വാട്ടർ നിങ്ങൾ ഏത് സോഴ്സിൽ നിന്ന് എടുത്താലും ഓക്കെ, യെസ്, ഓക്കെ, അതിലെ കോമ്പോസിഷൻ, അതിലുള്ള എലമെന്റ്സിന്റെ കോമ്പോസിഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. Okay, our answer, law of constant composition. This law is also called law of definite proportion. Option B ആണ് answer. Next question നമുക്ക് പോകാം. Question number 9. How many moles of magnesium phosphate Mg3PO4 twice will contain 0.25 mole of oxygen atom? Okay, എത്ര മോൾ മെഗ്നീഷ്യം ഫോസ്ഫേറ്റ് 0.25 മോൾ ഓക്സിജൻ ആറ്റം ഉണ്ടാകും എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം അല്ലെ. എന്താണ്? ഓപ്ഷൻ എ 0.02 മോൾ, ഓപ്ഷൻ ബി 3.125 into 10⁻² മോൾ, ഓപ്ഷൻ സി 1.25 into 10⁻² മോൾ, ഓപ്ഷൻ ഡി 2.5 into 10⁻² മോൾ. നമുക്ക് നോക്കാം. പ്ലീസ് ലിസൺ. 1 മെഗ്നീഷ്യം ഫോസ്ഫേറ്റ് മോളിക്യൂളിലുള്ള ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? നിങ്ങൾ നോക്കിക്കോ. PO4 ട്വൈസ്, 2 PO4 ഉണ്ട്. ഒരു PO4 4 ഓക്സിജൻ ആറ്റം. അപ്പോ 2 PO4 8 ഓക്സിജൻ ആറ്റംസ് ഉണ്ട് അല്ലെ. 8 ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ there is no doubt 1 mole മെഗ്നീഷ്യം ഫോസ്ഫേറ്റിൽ 8 മോൾ ഓക്സിജൻ ആറ്റം ഉണ്ട്. യെസ്, ഓക്കെ, 8 മോൾ ഓക്സിജൻ ആറ്റംസ്. അങ്ങനെയാണെങ്കിൽ 0.25 മോൾ അല്ലെ ഓക്സിജൻ ആറ്റങ്ങൾ കിട്ടാൻ
എത്ര മോൾ മെഗ്നീഷ്യം ഫോസ്ഫേറ്റ് വേണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതാണ് എത്ര മോൾ മെഗ്നീഷ്യം ഫോസ്ഫേറ്റ് വേണം. 8 മോൾ ഓക്സിജൻ ആറ്റം കിട്ടാൻ 1 മോൾ മെഗ്നീഷ്യം ഫോസ്ഫേറ്റ് വേണം. അപ്പോൾ 0.25 മോൾ ഓക്സിജൻ ആറ്റങ്ങൾ കിട്ടാൻ എത്ര മോൾ മെഗ്നീഷ്യം ഫോസ്ഫേറ്റ് വേണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ വാല്യൂ കാണാൻ ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 0.25 into 1 divided by 8. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 3.125 into 10 raised to -2 ആയിരിക്കും. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ കോമ്പൗണ്ട് carbon, hydrogen and nitrogen are present in the ratio 9:1:3.5 by weight. Molecular mass of the compound is 108. Molecular formula of the compound is option A C2H6N2, option B C3H4N, option C C6H8N2, option D C9H12N3. അപ്പോൾ ഒരു കോമ്പൗണ്ടിൽ കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ ഇവ തമ്മിലുള്ള റേഷ്യോ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ ഓക്കെ, മോളിക്കുലാർ മാസ് ഓഫ് ദാറ്റ് കോമ്പൗണ്ട് തന്നിട്ടുണ്ട് 108. നിങ്ങൾ മോളിക്കുലാർ ഫോർമുല കാണണം. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ ചെയ്തതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ ഒരു ടേബിൾ ഫോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ എലമെന്റ് കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ ആണ്. അപ്പോൾ ഇതിന്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ നിങ്ങൾ ആദ്യം കാണണം. പെർസെൻറ്റേജ് കോമ്പോസിഷൻ. ഓക്കെ, പെർസെൻറ്റേജ് കോമ്പോസിഷൻ നമുക്ക് എങ്ങനെ കാണാം? ഇവിടെ കാർബണിന്റെ മാസ് ഓക്കെ 9 ആണ്. 9 ഓക്കെ ടോട്ടൽ മാസ് 9 + 1 + 3.5 13.5. 9/13.5 into 100 66.6. അതുപോലെ ഹൈഡ്രജന്റെ എന്താണ്? യെസ്, റേഷ്യോ ബൈ വെയിറ്റ് 1 ആണ്. അപ്പോൾ 1 ടോട്ടൽ വെയിറ്റ് 13.5 into 100 7.4. നൈട്രജൻ അതുപോലെ 3.5/13.5 into 100 26. അങ്ങനെ നമ്മൾ ആദ്യം പെർസെൻറ്റേജ് കോമ്പോസിഷൻ കണ്ടു. പിന്നെ ആറ്റോമിക് മാസ് ഓഫ് കാർബൺ അറിയാം, ഹൈഡ്രജൻ അറിയാം, പിന്നെ നൈട്രജൻ അറിയാം. ഓക്കെ, ഇതിൽ നിന്ന് ഞാൻ ആറ്റോമിക് റേഷ്യോ കണ്ടു. ആറ്റോമിക് റേഷ്യോ ഓർ റിലേറ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടു. ഓക്കെ, അത് ഞാൻ എങ്ങനെ കണ്ടു? യെസ്, പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഡിവൈഡഡ് ബൈ ആറ്റോമിക് മാസ് 66.6/12 5.5 എന്ന് കിട്ടി. ഹൈഡ്രജൻ്റെത് 7.4/1 7.4 എന്ന് കിട്ടി. നൈട്രജന്റെ ആറ്റോമിക് റേഷ്യോ 26/14 that is equal to 1.86 എന്ന് കിട്ടി. ഇനി ഇതിൽ നിന്ന് സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ കണ്ടു. അപ്പോൾ ഇതിലുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള റേഷ്യോ 1.86 ആണ്. അപ്പോൾ എല്ലാത്തിനെയും ഞാൻ 1.76 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 5.5/1.86 ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ കൊണ്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്തത്. അപ്പോൾ ഈക്വൽ ടു 3 എന്ന് കിട്ടി. 7.4/1.86 ഈക്വൽ ടു 4. സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ 4. Then 1.86/1.86 equal to 1. The simplest whole number 1. Okay. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് നമുക്ക് എംപെരിക്കൽ ഫോർമുല കാണാം. എംപെരിക്കൽ ഫോർമുല. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്തു? യെസ്, ഈ എലമെന്റ്സിന്റെ സിംബൽ അതിനെ ഞാൻ അടുത്തടുത്ത് എഴുതി അല്ലേ, സൈഡ് ബൈ സൈഡ്. കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ. എന്നിട്ട് അതിന് താഴെ ഓക്കെ ലോവർ റൈറ്റ് സൈഡിൽ ആ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ എഴുതി കൊടുത്തു. കാർബണിന്റെ 3 ആണ്, ഹൈഡ്രജൻ്റെത് 4 ആണ്, നൈട്രജൻ 1 ആണ്. C3H4N. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? എംപെരിക്കൽ ഫോർമുല കിട്ടി. അപ്പൊ ഇവിടെ എംപെരിക്കൽ ഫോർമുല കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എംപെരിക്കൽ ഫോർമുല മാസ് കാണാമല്ലോ അല്ലെ. ഇവിടെ നോക്കിക്കോളൂ, 3 കാർബൺ ആണ് ഉള്ളത്. ഒരു കാർബണിന്റെ ആറ്റോമിക് മാസ് 12 ആണ്. അപ്പൊ 3 × 12 പ്ലസ് 4 × ഹൈഡ്രജൻ ആറ്റോമിക് മാസ് 1 പ്ലസ് നൈട്രജൻ 14. അപ്പൊ ഇത് നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്
ഓക്കെ 36 പ്ലസ് 4 പ്ലസ് 40 ഓക്കെ 54 എന്ന് കിട്ടും. എംപിരിക്കൽ ഫോർമുല മാസ് നിങ്ങൾക്ക് എത്ര കിട്ടി? 54 എന്ന് കിട്ടി. ഇതിൽ നിന്ന് നിങ്ങൾക്ക് n കാണാം. n ഈസ് ഈക്വൽ ടു എന്താണ്? മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ആണ്. ഇവിടെ മോളിക്കുലാർ മാസ് എത്രയാ? 108. എംപിരിക്കൽ ഫോർമുല മാസ് 54. അപ്പോൾ നിങ്ങൾക്ക് n ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. കിട്ടിയല്ലോ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, എംപിരിക്കൽ ഫോർമുല നമുക്കറിയാം. എംപിരിക്കൽ ഫോർമുലയിലുള്ള ആറ്റങ്ങളുടെ എണ്ണം അറിയാം. ആ ഓരോ ആറ്റങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് ആറ്റംസ്, അതിനെ നിങ്ങൾ ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിന്റെ വാല്യൂ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മോളിക്കുലാർ ഫോർമുല കിട്ടും. ദ മോളിക്കുലാർ ഫോർമുല ഈസ് എന്താ? C6 അല്ലേ, 2 into 4 H8, ഇവിടെ 1 നൈട്രജൻ ആറ്റം, 2 into 1 N2. C6 H8 N2 ആണ് ഇവിടെ മോളിക്കുലാർ ഫോർമുല. ഇവിടെ ഓപ്ഷൻ എന്താ? ഓപ്ഷൻ സി ആണ് അല്ലെ, C6 H8 N2. Okay students.